സ്മാർട്ട് ആൻഡ് ഈസി ആക്സിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒരു അടിപൊളി ഹാക്കാണ് പരിചയപ്പെടുത്തുന്നത്. ഒരു 5 സെക്കൻഡിൽ സോഫ്റ്റ്വെയറും ഒരു ആപ്പും ഒന്നുമില്ലാതെ നമുക്കൊരു ഇമേജിന്റെ ബാക്ക്ഗ്രൗണ്ട് ചേഞ്ച് ചെയ്യാം, അതും ഫ്രീ ആയി. അങ്ങനെ ഒരു പ്രൊഫൈൽ പിക്ചർ മുതൽ നമ്മുടെ ഏതൊരു ഫോട്ടോസിനെയും എഡിറ്റ് ചെയ്യാൻ സാധിക്കുന്ന ഈ ഒരു ട്രിക്ക് ഏതാണെന്ന് നിങ്ങൾക്ക് അറിയണ്ടേ? അപ്പോൾ ഇതിൽ ഒരുപാട് സ്പെഷ്യൽ ടിപ്പുകൾ പറയുന്നുണ്ട്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായി കാണുക. ഇനി നമ്മുടെ വീഡിയോയിലേക്ക് കടക്കാം. നമ്മുടെ ബ്രൗസറിൽ remove.bg എന്ന് ടൈപ്പ് ചെയ്ത് നമുക്ക് ഈ ഒരു സൈറ്റ് ഫ്രീ ആയി ആക്സസ് ചെയ്യാവുന്നതാണ്. അങ്ങനെ നമ്മൾ ഈ ഒരു സൈറ്റ് ഇവിടെ ഓപ്പൺ ചെയ്തിരിക്കുകയാണ്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ഫോട്ടോസിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഒക്കെ റിമൂവ് ചെയ്യുന്നതിനായിട്ടും അതിന് ബാക്ക്ഗ്രൗണ്ട് ആഡ് ചെയ്യാനൊക്കെ നമുക്കിതിൽ സൈനപ്പ് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഇവിടെ അപ്ലോഡ് ഇമേജ് എന്ന് പറയുന്ന ഈ ഒരു സെക്ഷൻ ഇവിടെ കാണാൻ പറ്റും. ഇതിലേക്ക് നമുക്ക് ഏത് ഇമേജിൻ്റെയാണോ ബാക്ക്ഗ്രൗണ്ടിനെ റിമൂവ് ചെയ്യേണ്ടത് ആ ഇമേജിനെ നമുക്ക് ഇതിലേക്ക് ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്താൽ മതി. ഇപ്പോൾ കമ്പ്യൂട്ടറിലാണെങ്കിൽ നമുക്ക് ഇതിലേക്ക് ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്യാം. മൊബൈലിലൊക്കെ ആണെങ്കിൽ നമുക്ക് ഇവിടെ അപ്ലോഡ് ഇമേജ് എന്നുള്ള ഈ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് നമുക്ക് വേണ്ട ഇമേജിനെ സെലക്ട് ചെയ്യാവുന്നതാണ്. ഇവിടെ കാണുന്ന ഈ ഒരു ഇമേജാണ് ഞാൻ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യുന്നതിനായി ആദ്യമായിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു ഇമേജിനെ ജസ്റ്റ് ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്യാം. ഞാൻ ഈ ഒരു ഇമേജിനെ വെറുതെ ഡ്രാഗ് ചെയ്തോളൂ. ഒരു സെക്കൻഡിൽ നമുക്ക് ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഇവിടെ റിമൂവ് ആയിരിക്കുകയാണ്. നമുക്കിത് സൂം ചെയ്തിട്ടൊക്കെ ചെക്ക് ചെയ്യാൻ പറ്റും. ഇവിടെ ഈ ഒരു പ്ലസ് ഐക്കണിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്കിത് സൂം ചെയ്ത് ചെക്ക് ചെയ്യാം. ഞാൻ വളരെ ക്വാളിറ്റി ഉള്ള ഇമേജ് ഒന്നല്ല ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്, ഒരു ലോ റെസൊല്യൂഷനിലുള്ള ഒരു ഇമേജിനെയാണ് ഇതിലേക്ക് ആഡ് ചെയ്തിരുന്നത്. ഈ ഒരു ഹെയറിൻ്റെ ഈ ഒരു ഭാഗമൊക്കെ നമുക്ക് കാണാൻ പറ്റും. നല്ല ക്ലീൻ ആയിട്ട് അത് റിമൂവ് ആയിട്ടുണ്ട് ആ ഒരു ബാക്ക്ഗ്രൗണ്ട് അതിൽ നിന്ന്. അപ്പോൾ ഇതുപോലെ നമുക്ക് ഏതൊരു ഇമേജിൻ്റെ എത്ര കോംപ്ലിക്കേറ്റഡ് ആയ ഒരു ഇമേജ് ആണെങ്കിലും നമുക്ക് ഈസി ആയിട്ട് അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യാൻ പറ്റും. ഇതുപോലെ ബാക്ക്ഗ്രൗണ്ട് ഒക്കെ റിമൂവ് ചെയ്തതിന് ശേഷം നമുക്ക് കുറച്ച് ഏരിയ നമുക്ക് റീസ്റ്റോർ ചെയ്യണം, അല്ലെങ്കിൽ കുറച്ച് ഏരിയ കൂടുതൽ റിമൂവ് ചെയ്യണം എന്നൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇറേസ് ആൻഡ് റീസ്റ്റോർ എന്നുള്ള ഈ ഒരു ഓപ്ഷൻ ഇവിടെ ഉണ്ട്. അപ്പോൾ ഇവിടെ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്കിതിൽ ഇറേസ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്, റീസ്റ്റോർ എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. റീസ്റ്റോർ നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇമേജിന് നമ്മൾ റിമൂവ് ചെയ്ത ഒരു ഭാഗം നമുക്ക് വീണ്ടും തിരിച്ചെടുക്കാൻ പറ്റും. ഇവിടെ മാജിക് ബ്രഷ് എന്നുള്ള ഒരു ഓപ്ഷൻ ഓൺ ആണ്. അപ്പോൾ നമ്മളിങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ക്ലിക്ക് ചെയ്ത് ഇങ്ങനെ ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഭാഗം ഓട്ടോമാറ്റിക്കലി നമുക്ക് റീസ്റ്റോർ ആയി വരും. അപ്പോൾ ഇതുപോലെ നമുക്ക് ഭയങ്കര ഈസി ആയിട്ട് നമ്മൾ റിമൂവ് ചെയ്തൊരു ഏരിയനെ നമുക്ക് വീണ്ടും തിരിച്ചെടുക്കാനും, അല്ലെങ്കിൽ നമുക്ക് കൂടുതലായിട്ട് നമുക്ക് വീണ്ടും റിമൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ റിമൂവ് ചെയ്യാനും ഇതിലൂടെ നമുക്ക് പറ്റും. ഇവിടെ കാണുന്ന ഈ ഒരു ബട്ടണിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റും. നമ്മൾ ആദ്യത്തെ ഇമേജും നമ്മൾ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചേഞ്ച് ചെയ്തതിന് ശേഷമുള്ള ഈ ഒരു ഓപ്ഷനും നമുക്കിവിടെ ഇതുപോലെ ചെക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ അടുത്തതായിട്ട് നമുക്ക് ഇതിലേക്ക് കുറച്ചുകൂടി കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ഇമേജ് ആഡ് ചെയ്ത് അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഈ ഒരു ഇമേജാണ് ഞാൻ യൂസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു ഇമേജിനെ നേരത്തെ ചെയ്ത അതേപോലെ തന്നെ ഇതിലേക്ക് ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്യുകയാണ്. നമ്മൾ ആ ഒരു ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്തപ്പോൾ ഈ ഇമേജിൽ നിന്നും ബാക്ക്ഗ്രൗണ്ട് ഇവിടെ റിമൂവ് ആയിരിക്കുകയാണ്. നമുക്ക് ഈ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കമ്പയർ ചെയ്യാൻ പറ്റും. ഇനി ഈ ഒരു ഇമേജിൽ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് നമുക്കിവിടെ ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു പ്ലസ് ഐക്കണിൽ ക്ലിക്ക് ചെയ്യാം. ഇവിടെ ഫോട്ടോ, കളർ 2 ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു കളർ എന്നുള്ള സെക്ഷനിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഒരു സിംഗിൾ കളർ ബാക്ക്ഗ്രൗണ്ട് നമുക്ക് ഇവിടെ നിന്ന് സെലക്ട് ചെയ്യാൻ പറ്റും. ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഉടനടി നമുക്ക് ഇതുപോലെ ആ ബാക്ക്ഗ്രൗണ്ട് ഇവിടെ ചേഞ്ച് ചെയ്ത് കാണാം. ഇനി ഫോട്ടോ എന്നുള്ള ഈ ഒരു സെക്ഷനിലാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ കയ്യിൽ ഏതെങ്കിലും ഒരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്, അത് നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ പ്ലസ് ഐക്കണിൽ ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ ഫോണിലോ നമ്മുടെ സിസ്റ്റത്തിലോ ഉള്ള ഒരു ഇമേജിനെ ഇതിലേക്ക് ആഡ് ചെയ്യാൻ പറ്റും. ഇനി ഇതിൽ നിന്ന് തന്നെ നമുക്ക് കുറച്ച് ബാക്ക്ഗ്രൗണ്ട്സിനെയാണ് ആഡ് ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ള ഇമേജസിനെ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് ഇതിലേക്ക് ആഡ് ചെയ്ത് നോക്കാൻ പറ്റും. ഇതുപോലെ വളരെ ഈസി ആയിട്ട് നമുക്ക് ഏതൊരു ഇമേജിൻ്റെയും ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യാനും അതിലേക്ക് വേണ്ട ഇമേജസിനെ നമുക്ക് ആഡ് ചെയ്ത് അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടൊക്കെ ചേഞ്ച് ചെയ്ത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്തിട്ടുള്ള ഇമേജസ് ഒക്കെ ലോ ക്വാളിറ്റി ആയിട്ടുള്ള സ്ക്രീൻഷോട്ടൊക്കെ ആയിരുന്നു. പക്ഷെ ആ ഒരു ഇമേജിനെയും ആ ബാക്ക്ഗ്രൗണ്ടൊക്കെ റിമൂവ് ചെയ്ത് വളരെ പെർഫെക്റ്റ് ആയാണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇതുപോലെ വളരെ ഈസി ആയിട്ട് ഒരു പെയ്ഡ് ആപ്പോ സോഫ്റ്റ്വെയർ ഒന്നുമില്ലാതെ നമ്മുടെ ഇമേജസിനെ വളരെ ഈസിയായി അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യാനും നമുക്ക് വേണ്ട ബാക്ക്ഗ്രൗണ്ട് അതിലേക്ക് സെറ്റ് ചെയ്യാനൊക്കെ remove.bg എന്ന ഈ ഒരു ടൂൾ യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസിലൂടെ അറിയിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ആദ്യമായിട്ടാണ് ഈ ഒരു വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത്
സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നല്ലൊരു വീഡിയോ ആയി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.